എനിക്ക് അങ്ങനെ ചോദിക്കാൻ തോന്നിയല്ലോ എന്നാലും കേട്ടോ. എന്റെ മനസ്സിലെല്ലാം മനസ്സാട്ടോ ഷെമി. നീറ്റ വർത്താനാണ് ഇന്നോട് പറയുന്നത്. നീ ഇങ്ങനെയാണോ പഠിച്ചത്? എന്നെ ആരാ പഠിപ്പിച്ചത് എങ്ങനെയൊക്കെ? ഹേ ഗൈസ്, അസ്സലാമു അലൈക്കും. എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നത് ഗൈസ്. ഇപ്പം ഞങ്ങൾ ഇതാക്കണ രാവിലെ തന്നെ വീഡിയോ എടുത്തുകൊണ്ട് തുടങ്ങാന്ന് വിചാരിച്ചതാണ്. അപ്പൊ അതാക്കണ ആയുഷ് ഇവിടെ ഉണ്ട്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ മുടി സത്യം പറയുകയാണെങ്കിൽ പെരുന്നാളിലേക്ക് മുടി ഞാൻ വെട്ടിയില്ലായിരുന്നു. മുബാസൊക്കെ ശരിക്കും പെരുന്നാളിൻ്റെ അന്ന് 3 മണിക്ക് എങ്ങാനാണ് മുടിയൊക്കെ വെട്ടാൻ പോയത്. പക്ഷെ ഞാൻ അത്ര റിസ്ക് ഒന്നും എടുത്ത് മുടി വെട്ടേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ഡെലിവറി കെയറിലും ആണല്ലോ. അപ്പൊ പിന്നെ നമ്മളെ പെരുന്നാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു ഇതിലൊക്കെ എന്താ പറയാ, കുഴപ്പമില്ല, എന്നാലും ഓക്കെ ആയിട്ടുള്ള ഇതാണെങ്കിലും ഞാൻ അത്രയായിട്ട് ഉഷാറാക്കാനൊന്നും ശ്രമിച്ചില്ല. അപ്പൊ ഞാൻ മുടി വെട്ടാനൊന്നും അങ്ങനെ നിന്നില്ലായിരുന്നു. അപ്പൊ ഇതാക്കണം മുടിയൊക്കെ ഇപ്പൊ നീണ്ടിങ്ങനെ നാശമായിരിക്കും. ഇപ്പൊ അങ്ങനെ പുറത്തൊക്കെ ഞങ്ങൾ അങ്ങനെ ഇറങ്ങലും ഇല്ലല്ലോ. ഇപ്പൊ ഷെമിന്റെ 14 ദിവസത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് ഇനി 14 ദിവസം വീട്ടിൽ അങ്ങനെ ഇരിക്കുകയും വേണം. അപ്പം നമുക്ക് പുറത്തൊക്കെ ഒന്നും ഇറങ്ങാൻ പറ്റാത്തത് കൊണ്ട് ഇപ്പൊ ഫുൾ ടൈം വീട്ടിലുള്ള ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ചെറിയ 1-2 പരിപാടികൾ വേറെ ഉണ്ട്. അപ്പം അതൊക്കെ കൂടിയായിട്ട് അങ്ങനെ ഓരോ തിരക്കിലും. എന്നാലും സത്യം പറയാനുള്ള ടൈമൊന്നും ഇല്ല. ഉള്ള ടൈമിൽ ഇവിടെ ഷെമിൻ്റെ അടുത്ത് നോക്കും, ഷെമിനെ നോക്കും, അങ്ങനെയൊക്കെ ചെയ്യുന്നല്ലാണ്ട്. അപ്പോൾ ഏതായാലും പിന്നെ കൂളിംഗ് ഗ്ലാസ് ഒന്നും വെച്ച് പോകാനുള്ള സ്ഥലങ്ങളൊന്നും എനിക്കില്ല. കാരണം വീഡിയോ ഒക്കെ എടുക്കുമ്പോഴാണല്ലോ നമ്മൾ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെക്കുക. അല്ലാണ്ട് നോർമലി സത്യം പറയാം, നോർമലി നമ്മൾ കൂളിംഗ് ഗ്ലാസ് ഒന്നും ഇല്ല. ഡ്രസ്സൊന്നും നമ്മൾ ഡ്രസ്സൊന്നും നല്ല വേണ്ടി ആവശ്യമില്ല. അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ആണ് അല്ലേ ഷെമി? അപ്പൊ ഏതായാലും ഇതാക്കണ ഷെമി ഇതാക്കണ രാവിലത്തേക്കുള്ള ഉച്ചക്കത്തുള്ള ചോറ് അയക്കുന്നു. പക്ഷെ രാവിലെ കഴിക്കാനുള്ള ഒന്നും ആയില്ല. ഷെമിന്റെ കൂളിംഗ് ഗ്ലാസ് എങ്ങനെയുണ്ട്? ബോയ്സിന്റെ കൂളിംഗ് ഗ്ലാസ് എങ്ങനെയുണ്ട്? അത് ഞാനിപ്പോ അടുത്ത് മെനിയാന്ന് ഞാൻ കോഴിക്കോട് പോകുന്നു ചെറിയൊരു ആവശ്യത്തിന്. അപ്പൊ ഞാൻ അവിടുന്ന് വാങ്ങിയത്. ഇവിടെ വെള്ളം ഉണ്ടല്ലോ ഷെമിയെ തൂത്തെടുക്കണേ. ഞാനേ ഞാൻ കോഴിക്കോട് പോയ സമയത്ത് 150 റുപ്യക്ക് വാങ്ങിയത്. അപ്പൊ 150 റുപ്യ എന്ന് പറഞ്ഞപ്പോൾ ഓരോട് ഞാൻ ചോദിച്ചു നിങ്ങൾ ലാസ്റ്റ് എത്രയൊക്കെ തരും? നല്ലത് നല്ല പറയണ്ട് ഷെമി. അല്ല കണ്ണിന് നല്ലതല്ല, പക്ഷെ കാണാൻ രസമുണ്ടോ? കാണാനൊരു വെറൈറ്റി ഉണ്ടോ? ഇവിടെ ഒക്കെ വെള്ളമുണ്ട് ഷെമിയെ. ഞാൻ ഇതിങ്ങനെ തൊടുക്കി എല്ലായിടത്തും. അപ്പൊ ഏതായാലും അങ്ങനെയൊക്കെയാണ്. പിന്നെ കൂളിംഗ് ഗ്ലാസിന്റെ ആരും കണ്ടില്ല എന്ന് പറയുന്നത് ഇതാണ് ഞങ്ങൾ ആയുഷു അല്ലേ? ആയുഷ് ആരും കണ്ടില്ല. പറ്റിയൊന്ന് ഓവറാക്കണേരോ അവളില്ലല്ലോ ബംഗാളിനെ വിളിച്ച വീഡിയോ. ബംഗാളി കഴിഞ്ഞ പ്രാവശ്യം ബംഗാളി ഷെമി ഇവിടുന്ന് എന്തായാലും ഇവിടുത്തെ അവസ്ഥ എന്നാണ് വിചാരിച്ചത്. ബംഗാളി ഒരു കാര്യം പറയും, ഷെമി ഇവിടെ വേറൊരു കാര്യം പറയും. ഷെമി ഇവിടുന്ന് പറയുന്നത് എന്താ പറയാ ഫ്രണ്ട് ഭാഗം നന്നാക്കാൻ. ബംഗാളിക്ക് മനസ്സിലായി, ബംഗാളി ബാക്ക് ഭാഗം നന്നാക്കാൻ പോണേ. അതൊക്കെ ഒരു കളികളായിരുന്നു ഇവിടെ. ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലായില്ല. വിചാരിക്കേണ്ട സ്ഥിരമായിട്ട് ഇവിടെ നിർത്തിയാന്നല്ലോ. മതി എനിക്ക് ഒരു ഒറ്റ ഓ മലയാളം പഠിച്ച് രാവിലെ തന്നെ എണീക്കാൻ ഞാൻ പറഞ്ഞില്ലേ, പറഞ്ഞു തുടങ്ങുമ്പോൾ ഷെഫ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഞാൻ തിരിപ്പിക്കാൻ. അപ്പൊ രാവിലെ എണീക്കാൻ പിന്നെ നമുക്ക് ചായ പത്തിരി ഒക്കെ ഉണ്ടാക്കാൻ മടിയല്ലേ. ഞാനത് പിന്നെ വില വിളിച്ചില്ല. ഉറങ്ങിടത്തോളം ഉറങ്ങിക്കോടെ ചോറിന്റെ ടൈമായ ചോറ് കൊടുക്കാതെ വിചാരിച്ചിട്ട് ഏതായാലും ഞാൻ ചോറും പെരിയൊക്കെ. എന്റെ മനസ്സിലെല്ലാം മനസ്സാട്ടോ ഷെമി. ഉറങ്ങിക്കോട്ടെ, ഓളെ പണി ലാഭിക്കാണ് ഓള്. ഉറങ്ങിക്കോട്ടെ, എന്നാ ഉച്ചക്ക് ചോറ് മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ലോ. പിന്നെ ഇന്നലെ ഞങ്ങൾ ബ്രോസ്റ്റ് വാങ്ങിന്, അതിന്റെ ബാക്കി ഉണ്ടായിരുന്നു. അതൊക്കെ ആക്കി ഞാനും ആയിസും ചെറുതായിട്ടൊക്കെ ഒന്ന് തിന്നാണ്. എന്നോട് വലിയ പറഞ്ഞെന്താ അറിയാ, അരിപ്പൊടിയും ചായയും കുടിച്ചു. ഞാൻ ഇവിടെ പട്ടിണിയാ. ടൈം എത്ര ഇപ്പൊ? 12 മണി. അങ്ങനെ എനിക്ക് വേണ്ട റോസ്റ്റ്. എനിക്ക് തലേന്നത്തെ ഒക്കെ അല്ല, ബ്രോസ്റ്റ് എനിക്ക് പഴയത് ഇഷ്ടമല്ല. പഴയത് കഴിക്കുന്നത് നല്ലല്ല. ചിക്കൻ ബാക്കി ഇതാണ് ഇനി കുറച്ച് പാർസലാക്കിന്ന് പറഞ്ഞു. പഴയ ഫുഡുകളൊന്നും ഞാൻ കഴിക്കൂല നല്ല ഷെമി പറഞ്ഞത്. പറഞ്ഞോട് ഷെമിയെ, നിന്നെ പറ്റി മോശമാക്കി പറയണ്ട, ഇങ്ങോട്ട് വാ, ഇത് പറഞ്ഞു തീർക്ക്. അല്ലട്ടാ, പഴയ ഫുഡ് കഴിക്കൂല നല്ല ഓള് പറഞ്ഞത്. ഞാൻ പഴയ ഫുഡ് കഴിക്കും, പക്ഷെങ്കിൽ ഈ ചിക്കൻ ഐറ്റംസ് പഴയത് കഴിക്കൂല. ചിക്കൻ പഴയത് എനിക്ക് പെട്ടെന്ന് ഈ ചില ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ വായിൽ വെക്കുമ്പോഴേക്ക് മനസ്സിലായി അത് പഴയതാണല്ലേ. ചിക്കന് അതിന്റെ ഒരു വേറെ ചൊവ മാറും. എനിക്ക് ആദ്യം മനസ്സിലായില്ല, ഇപ്പൊ മനസ്സിലായിരുന്നു. ഇല്ലേ, പഴയത് മനസ്സിലാവില്ലേ? ഇപ്പോഴായിരിക്കും എനിക്ക് തുടങ്ങിയത്. പിന്നെ രാവിലെ ഞങ്ങൾ മോമോസ് ഉണ്ടാക്കാന്ന് വിചാരിച്ച്. ഉണ്ടാക്കാൻ ഒക്കെ റെഡിമെയ്ഡ് ആണ് കേട്ടോ. ഒരാളെ ഞങ്ങൾക്ക് കൊണ്ടു തന്നതായിരുന്നു. ഇത് ജസ്റ്റ് ഒന്ന് ആവി എന്താ പറയാ, സ്റ്റീം ചെയ്താൽ മതി. സ്റ്റീം ചെയ്യുകയും ചെയ്യാം, പൊരിക്കുകയും ചെയ്യാം. അതെ അതെ.
അപ്പൊ ആയിഷ ഇവിടെ എല്ലാം കൊണ്ട് ആയിഷുവിന് ഇഷ്ടം ഇതുണ്ടാക്കി ഇഷ്ടമാണ് ചെലപ്പം നമ്മൾ ഇഷ്ടത്തോടുകൂടി കൊടുക്കുമ്പോ ഇഷ്ടക്കുറവാ. പിന്നെ ചിലവരൊക്കെ കമന്റിലുണ്ട് ഇനിയിപ്പോ കിച്ചൺ ബ്ലോഗ് അയക്കുമെന്ന്. പുറത്തേക്കൊന്നും അങ്ങനെ അങ്ങോട്ട് പോകാനായില്ലല്ലോ, അറിയാലോ. മാസമൊന്നും ആയില്ലല്ലോ. എത്ര ദിവസമായി? 26 ദിവസം. എനിക്ക് കറക്റ്റ് ദിവസം ഒന്നും അറിയൂല. എനിക്ക് സത്യം പറയണ ഈ മറവിന്റെ പ്രശ്നം നല്ലല്ലേ. എനിക്ക് ചിലപ്പോ ഞാൻ പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ചെരുപ്പ് കഴിച്ച് കഴിഞ്ഞാൽ പുറത്ത് വെച്ച് കഴിഞ്ഞാല് പുറത്തൊക്കെ ഇറങ്ങുമ്പോ ഒരു 5 സെക്കൻഡ് ഏത് ചെരുപ്പ് അതിനകത്ത് എന്നുള്ള പെട്ടെന്ന് ഒരു സാധനം ഇപ്പൊ അങ്ങനെ കഴിപ്പിക്കുന്നു ചെറിയൊരു എന്താ കമാൺ കമാൺ. ഞാൻ കൂളിംഗ് ഗ്ലാസ് പഴയത് ഞാൻ എന്താ പറയാ കൂളിംഗ് ഗ്ലാസ് ഞാൻ വാങ്ങണ എന്തിനറിയോ, വീഡിയോയിലൊന്ന് മാറ്റി മാറ്റി ഇടാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് ശരിക്കും ഇത് കണ്ണിന് നല്ലതല്ല. വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ട് മാറ്റി മാറ്റി ഇടാൻ വേണ്ടിയിട്ടാണ് ഈ 150 ഞാൻ ചോദിച്ചപ്പോൾ ഓരോട് ഞാൻ ചോദിച്ചു ലാസ്റ്റ് എന്തിനു തരുന്നു 149 എന്ന്. ₹1 കുറച്ച് തന്നു. അങ്ങനെ ഞാൻ ഇത് വാങ്ങി പോകുന്നത്. ഇത് ഉണ്ടാക്ക് ഇവിടെ ഇങ്ങനെ നോക്കി നിൽക്കാണ്ട് ഇവിടെ ഇങ്ങനെ കുത്തു കൊടുത്തിങ്ങനെ കളിയാ. എനിക്കൊരു 5 എണ്ണം ഉണ്ടായിക്കോട്ടെ, എനിക്ക് 6 ഉണ്ടായിക്കോട്ടെ. വേറെ കഴിച്ചില്ലല്ലോ. ഇനിയിപ്പോ ഉച്ചക്കല്ലേ ചോറിട്ട? എനിക്കങ്ങനെ ചോദിക്കാൻ തോന്നിയല്ലോ എന്നാലും കേട്ടോ. വല്ല സാധന. നീ എത്ര മണിക്കാണ് എണീച്ചേ? 8:45 എണീച്ചേ. അപ്പൊ ഇനി പത്തിരി തിന്ന്, ബ്രോസ്റ്റ് തിന്ന്, ഇതൊക്കെ തിന്ന് രാവിലെ എണീച്ചിട്ട് ഞാനൊരു സാധനം തിന്നിയില്ല. നീറ്റ വർത്താനാണ് ഇങ്ങോട്ട് പറയുന്നത്. നീ ഇങ്ങനെയാണോ പഠിച്ചേ? ആരാ പഠിപ്പിച്ചേ ഇങ്ങനെയൊക്കെ? എന്ത് ഇങ്ങനെയൊക്കെ ഭർത്താക്കന്മാർക്ക് ഇങ്ങനെയൊക്കെ ചായ എടുക്കാവുന്ന നീ പഠിച്ചേ? നീ എന്റെ മടിയാ പഠിച്ചേ? എല്ലാ സാധനാട്ടോ നീ എന്നോട്. ഇനി കാലാകാലം ഞാൻ മിണ്ടൂല. എനിക്ക് ഓർമ്മയുണ്ടോ പണ്ട് നമ്മൾ പറയുന്നത്? എനിക്ക് ഓർമ്മയുണ്ടോ? വെളുപ്പളാ പറയുന്നത്. ഇവിടെ കംപ്ലീറ്റ് പണിക്കോട് പണിക്ക. അതല്ല എനിക്ക് ഓർമ്മ ഉണ്ടോ പണ്ട് എന്താ പറയാ കമ്പനിക്കാർ നമ്മൾ തെറ്റുന്ന സമയത്ത് കൂറ് വെട്ടുക. എനിക്കറിയോ കൂറ് വെട്ടല്? കൂറ് കൂടുക, കൂറ് വെട്ടുക. ഞാനൊക്കെ എന്റെ കമ്പനിക്കാർ വരിക. അതൊന്നും ചിലപ്പോ ഇപ്പോഴത്തെ ആൾക്കാർക്ക് അറിയലുണ്ടാവില്ല. ഞാൻ പണിയാ എന്റെ കമ്പനിക്കാർ വരിക. അന്നപ്പോ എനിക്ക് ഭയങ്കര ഡിമാൻഡാ കൂറ ആവശ്യം. കൂറാകുക ഇങ്ങനെ വെച്ച് കൂറാകുക. അറിയൂല? ഇങ്ങനെ വെച്ച് കൂറാകുക. നാളെ എന്നെ ഓർമ്മിക്കാൻ 3 കുത്തൊക്കെ കുത്തി ഇന്നലെ കേട്ടോ ഇനി ഒരു അടിപിടി അടിച്ചിക്കണല്ലോ ജമിയെ. 4 എണ്ണം ഓർത്ത് വെച്ചോ. ഇപ്പൊ 3 എണ്ണവും ഇന്നലത്തെ 1 ബാലൻസ്. എനിക്കൊക്കെ കിട്ടല് ക്യാമറ ഓഫ് ആക്കിട്ടാ. ഞാൻ ക്യാമറന്റെ മുന്നിലല്ലേ തല്ല. പിന്നെ അതുപോലെ തന്നെ കൂറ് വെട്ടുക, ഇത് വെട്ടുക. അപ്പൊ ഞാൻ എന്താ ഇങ്ങനെ ജാടട്ട് ഇങ്ങനെ നിൽക്കും. മറ്റേ മതി വാട കൂറാകുക. ഇനി എന്റെ അടുത്തേക്ക് വരില്ലേ? വിട്ടുങ്ങായിട്ട് പോവാൻ നേരം പുരയിലെത്താൻ നേരം ഒരു പേടിയായിരുന്നു. ഉപ്പ കുത്തിട്ടല്ലോ. ഞാൻ പിന്നെ ആരോട് അങ്ങനെ കമ്മിറ്റിയില്ലായിരുന്നു. കൊറേ ആളുണ്ട്, അവരോടൊക്കെ കിട്ടിയാലും നാളെ വരെ എന്നെ ഓർമ്മിക്കണേന്ന് പറഞ്ഞങ്ങാട്ട് ഇങ്ങനെ തല്ലിയെ കുത്തിയെ ചെയ്ത്. ചെറിയ കുത്തല്ലേ? ചെറിയ ഫുള്ള് വയലൻസ് ആയിട്ടുള്ള പരിപാടികളാ അല്ലേ? ഞാൻ പിന്നെ ക്യാമറയിലാട്ടോ. ക്യാമറ ഓഫ് ആക്കിയാലോ എന്തായി പറയുന്നതാണ്. അപ്പൊ ഏതായാലും ഞങ്ങള് ശരിക്കും ഒന്ന് കുത്തി കുറച്ചധികമായി പോയി. എനിക്കും ഇപ്പൊ തോന്നുന്നുണ്ട് കേട്ടോ. കഴിച്ചോ? മുബാസിന് എത്ര എണ്ണ വേണ്ടിയത്? ഇഞ്ഞോ ആരെ പറഞ്ഞേ? ഡയറ്റില്ല. ബസ് രാവിലെ ഫുഡ് കഴിച്ചാൽ രാവിലെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഉച്ചക്ക് കഴിക്കുക. അതിടെ പിന്നെ കഴിക്കൂല. രാവിലെ ഫുള്ള് വേറെ ഇറച്ചി വന്നല്ലോ ബസ്. ശരിക്കും എനിക്ക് വേണ്ടല്ലോ ദേശം കൊട്ടി പോന്ന് പോയിക്ക്. നമ്മളെ ഫ്രിഡ്ജിൽ എന്തൊക്കെ ഫ്രിഡ്ജ് കൂടെ ഒക്കെ ഫ്രിഡ്ജ് ഫുള്ള് ഐസായി കിടക്കുക. അത് ഓഫ് ആക്കി ഇടാൻ പറ്റൂല കേട്ടോ. ഇതിന്റെ ഉള്ളിൽ എന്താ സെമിയ വെള്ളമായി കിടക്കണത്? അല്ല ഇതിന്റെ ഉള്ളിൽ വേറെ ഉണ്ട് സാധനം. മോമോസ് തന്നെ ഉണ്ട്. ഇത് മോമോസ് തന്നെ. എന്നാ അതിന്റെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങുന്നുണ്ട് കേട്ടോ. പാക്കിങ് പോരാത്ത പ്രശ്നമാണോ? അങ്ങനെ എന്തോ ഒരു വിഷയമാണ്. പിന്നെ അതൊക്കെ ഫ്രിഡ്ജിൽ വെക്കണേന് ഒരു ലിമിറ്റ് ഇല്ലേ? ഇങ്ങനെ ആവില് വെച്ചിട്ട് പിന്നെ മണമില്ല കേട്ടോ. എനിക്ക് ഇതെത്ര നാള്?
അപ്പൊ എന്ത് സുഖമല്ല, എനിക്ക് പത്തിരി ഉണ്ടാക്കണ്ടേ. ഇനി മുതൽ നമ്മൾ ഫുള്ള് മോമോസ് ആക്കിയാലോ? മോമോസ് അതല്ല, എനിക്ക് ഒന്നെങ്കിലും ഒന്ന് വയറ് അറിയാൻ തോന്നുന്നു കിട്ടിയാൽ മതിയായിരുന്നു. അതാ ഇപ്പൊ എന്റെ അവസ്ഥ. എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി. ഞാൻ മുടി നീട്ടിയ സ്മൂത്തിങ് ചെയ്തിട്ടുണ്ടോ? ഞാൻ നീളണ്ടേ? എന്റെ നഖം വേഗം നീളും. നഖം കൊണ്ടൊക്കെ എല്ലാ വ്യാഴാഴ്ച വെള്ളിയാഴ്ച നഖം വെട്ടും. രാവിലെ ഇപ്പൊ മോമോസ് ആണെങ്കിലും ഉച്ചക്ക് നല്ല ഞാൻ ആനാന്ന് പറയുമ്പോ ഇനി ചേനാന്ന് എന്നാ പറയണ്ട. ഇനി പറഞ്ഞു ഇങ്ങനെ നേരത്തെ പറഞ്ഞു ഞാൻ പെണ്ണി തരുമോ കുറച്ചു നേരം? കൂറട്ട് കൂറായത് ഓരോരോ പേര് കൂറ് മുബാസ് ഇൻകൊണ്ടിപ്പോ പറയുകയാണെങ്കിൽ ഷെഫിന്റെ ഉറുക്ക് എന്നൊക്കെ പറയാട്ടോ. നമ്മളാരേലും ചരടൊക്കെ കെട്ടല്ലേ പണ്ട്? പേടിച്ചോണേനോ എന്തേത്തിനേനാ കെട്ടല്? പേടിയൊന്നുമില്ല. പേടിയില്ല. പക്ഷെ നമ്മളെ നമ്മളെ മക്കളെ ആരേലൊക്കെ ഒരു കറുത്ത നൂല് കെട്ടിക്കൂടെ? അങ്ങനെ കെട്ടിച്ച് അയിമല ഒരു ഉറക്കമില്ലാതെ കെടുക്കണേരൊക്കെ വേഗനാവാ. ഞാൻ കഴിച്ചു വെച്ചിട്ടാണെങ്കിലും ഉമ്മ പറയുക പറ്റൂല, പേടിച്ചോണേ കെട്ടണാണോ അല്ലെ? അതിന്റെ ഉള്ളിൽ എന്തോ ചെല്ലിങ്ങാട്ടൊക്കെ എന്തേത്താകെ ഉള്ളതാണോ ഇല്ലാത്താണോ ഉള്ളതാ, ഉള്ളതുമാണ് ഇല്ലാത്ത എന്തൊക്കെ. നമുക്ക് അതിനെക്കുറിച്ച് ഞങ്ങൾ അഭിപ്രായം പറയുന്നില്ല. അതൊക്കെ വലിയ വലിയ വിഷയങ്ങളാണ്. അല്ല, മതപരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ നമുക്ക് അറിയൂലേ, മിണ്ടാതിരിക്കുക. അറിയുന്നവർക്ക് അതിന്റെ തിരുത്തി തരാൻ പറ്റൂലേ? അത് ശരിയാ. അപ്പൊ ഐശുവിനൊക്കെ ഞാന് ചെറുതായപ്പോ ഒരു 2-3 വയസ്സ് വരെയൊക്കെ കെട്ടിന്. ഇപ്പോഴോ കാര്യമില്ല, ഏതായാലും ചെറുത് നൂലൊന്നും ഇല്ല, അത് കറുപ്പ് കളറ് വേണം. അത് കണ്ണേറ് പറ്റാണ്ടിരിക്കാൻ വേണ്ടിട്ടൊക്കെ വേറൊരു കറുത്ത വേറൊരു സാധനമുണ്ട്. എല്ലാം കൂടി അര നിറച്ചും കെട്ടിയിട്ട് കടുക്കാനാണ്. അങ്ങനെ കാണാൻ അവസ്ഥ. മണത്താറിന സ്മെല്ലൊക്കെ എല്ലാം വിശക്കുണ്ട് മോളെ. അതാ മുടി ഇങ്ങോട്ട് സ്മൂത്തിങ് ചെയ്തിട്ട് ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ എപ്പോഴും അങ്ങനെ ചെയ്യുന്നതിന്റെ മുമ്പ് ചെയ്യായിട്ടുണ്ടേതും പടേന അന്നേ പണക്കണീനോ നിക്കാണ്ട്. പക്ഷെ ചെയ്താല് വേറെ വൈബ് ഉണ്ട്. ഇങ്ങനെ കളിക്കുക. അതെ, ഇങ്ങനെ കളിക്കുക. ഇങ്ങനെയൊക്കെ വർത്താൻ പറയുന്നതിന്റെ ഇടയിലൊക്കെ പറയണ്ട, പറഞ്ഞാ കുറച്ച് കൂടിപ്പോവും. നല്ല ക്യാരറ്റ് പേരും ചോറും. എനിക്ക് ഇതാണ് എന്റെ ഫോക്കസ്. പേരുകളൊക്കെ മൂടി വെക്കാണ്ട് വെച്ചിട്ടാണെങ്കിൽ കളറ് പോലെ പയറ് ക്യാരറ്റൊക്കെ അങ്ങനെ കേട്ടിക്കുന്നോ? ഉച്ചക്കേക്കുള്ളതാ. പിന്നെ മീൻ വാങ്ങിയില്ലേ പൊരിക്കാന്? ആ, എല്ലായിടത്തും പൊരിച്ചാണ്ട് കേട്ടോ മോളെ. ഫുള്ളെടുത്ത് പൊരിച്ചാണ്ട്, കുറച്ചെടുത്ത് പൊരിച്ചോ. ഒക്കെ കുറച്ച് ചേട്ടൻ 3 ദിവസത്തൊക്കെ ഉള്ള മീനാ. അത് മനസ്സിൽ വാങ്ങാൻ്റെ കേട്ടോ. ആ, വെളിച്ചെണ്ണ കുറച്ച് ഉപയോഗിക്കുക, ക്യാരറ്റൊക്കെ കുറച്ചൊക്കെ കൂട്ടുക, എന്നാലും അവൻ ജീവിക്കാൻ. തുടരുത് മൈക്ക് തുടരുത്. പിന്നെ ജീവിതമൊക്കെ പഠിപ്പിക്കാൻ പോട്ടെ. അത് തൊടല്ല. ഞാൻ എത്രയോ പ്രാവശ്യം അങ്ങനെ ഇഡ്ഡലിക്കട്ടി വെച്ച് ഓഫാക്കാണ്ട് തുറന്നാണ് പേടിയാണ്. വേണോ എന്തായി കിടക്കുക? സംസാരിച്ചോ അങ്ങനല്ല. അതെന്താ? എന്നാ പിന്നെ മോമോസ് വേണ്ടേ? കൂടി ഉണ്ടാക്കാൻ വിചാരിച്ചിരുന്നു. അത് തൊടല്ല. സൗണ്ടിനൊരു പ്രശ്നം വന്നിട്ടുണ്ടാവും. കാരണം ആവശ്യം മൈക്കെടുത്ത് കളിച്ച് പൊട്ടിച്ച്. അപ്പൊ ഏതായാലും ഗൈസ്, ഞാൻ രാവിലത്തെ ഫുഡ് മോമോസ് ഞാൻ കഴിക്കുകയാണ്. അപ്പം ഇത് അടുപ്പത്തുള്ള കരഞ്ഞ വേണ്ട ക്ഷമയെ. ഞാൻ മോമോസ് അല്ല, മയണൈസ് ഉണ്ടോ? ഇന്നലെ വാങ്ങിയതില് ബ്രോസ്റ്റിന്റെ ഉണ്ടോ? എന്ത് മനുഷ്യന്മാരാ, 2 മയണൈസിന് ഇത്ര പൈസ. ബാക്കിയല്ലേ മറ്റേതും ഇല്ല, തൂമും ഇല്ല. അതുണ്ടോ? അല്ല, ഇതേതിന് കെച്ചപ്പ് ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവും. ഇനി അതിന് എന്തെങ്കിലും ഒരു പാട്ട് വരാൻ കാത്തിക്കുമ്പോഴാണല്ലോ എന്റെ സംസാരത്തില്. ഞാൻ മുടിമേൽ എന്തോ കളിച്ചിരിക്കുന്നത് കൈ കഴിക്കാണ്ട ഞാൻ ഫുഡ് കഴിക്കാൻ. എങ്ങനെയുണ്ട്? ഇതൊക്കെയാണ് എന്റെ പഠിത്തം.
കുറച്ച് വേഗം ഒഴിച്ചിങ്ങാണ്ട് പോയിക്കോ. ആവശ്യം കണ്ടാ സിനിമ വേണ്ട ഓളും കഴിച്ചോട്ടെ. ഓളിത് കാണണ്ട, അത് കാണണ്ട ക്ഷമ, ഇത് അത്ര നല്ലൊന്നല്ല. അല്ല അല്ല പക്ഷെങ്കിൽ ഓളും കഴിക്കണ്ടേ കുറച്ച്. ഇത് അതിലേക്ക് എടുത്തുണ്ടായിനോ? ഇതാ കുടിക്കാൻ വേണ്ടിയ വെള്ളോ ചായ ഉണ്ടോ? ചായ ആവൂ എന്നെ കൊണ്ട് എടുക്കാന്. ചായ ഞാൻ സാധാരണ വെള്ളം മാത്രം ഷെഫീക്ക് തന്നെ പറയട്ടെ, ഷെഫീക്ക് മുഹമ്മദിനെ തന്നെ പറയട്ടെ. ഇവൻ എന്നെ കല്യാണം കഴിച്ചതിന് ശേഷം ഒരൊറ്റ വട്ടാൻ അവന് ചായ എടുത്ത് കൊടുക്കാണ്ടിരുന്നു കേട്ടോ. അത് അന്ന് ഇവിടെ ഒരു വിരുന്നാർ വന്നീനെ, ഞങ്ങൾ കുറേ സംസാരിച്ചിരുന്നു. അത് ചോറുന്ന് തന്നെ 3:30 കഴിക്കുന്നു. അപ്പോൾ ഒരു 5:30 ആയപ്പോൾ അവൻ ചായ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് നമ്മൾ വർത്താൻ പറഞ്ഞിട്ട് ചായ കുടിക്കാമെന്നാണ്. അപ്പോൾ ഞാൻ കുറേ പാത്രം കഴുകാനൊക്കെ ഉണ്ട്. അപ്പോൾ മെനിയാന്നത്. അപ്പോൾ അവന് അല്ല കുറച്ച് മുമ്പ് പറഞ്ഞപ്പോ മെനിയാത്ത പെട്ടെന്ന് ഓർമ്മയൊക്കെ വന്നാൽ ഇത് മെനിയാത്തൊക്കെ ആക്കിയാണ്. അതാ ഇനി വല്ല അറാത്താട്ടോ എന്റെ വിശ്വസിച്ചൂടാ. നല്ലോണം വേണ്ടാത്ത വേർഡുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെ ഉപയോഗിക്കാണ്ടിരിക്കോ? ഇവിടെ പണിങ്ങി പോയിക്കാം. ഞാൻ എന്നിട്ട് മനസ്സിൽ വിചാരിച്ച എൻ്റെ ഭാഗത്താണല്ലോ മിസ്റ്റേക്ക്. ഞാൻ അവനെ വിളിച്ച് പിന്നെ പറഞ്ഞു വേഗം ചായ എടുത്തേക്കെന്ന് പറഞ്ഞ്. ഞാൻ അപ്പം വരെ ചായ എടുത്തേക്കെന്ന് പറഞ്ഞു. അങ്ങനെ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടും വന്നില്ല ചായ എടുത്തേച്ചാൽ ഞാൻ ആശുവിന് കൊടുത്ത്. പിന്നെയും അവൻ പണിങ്ങിപ്പോയി. എന്താ അങ്ങനെ സംഭവം ഉണ്ടായിരിക്കുന്നത് ഞങ്ങൾ പറയാ. അപ്പൊ അതാണ് എന്നോട് ചായ കിട്ടുമോ, ചായമലെത്തുമ്പോ ചായക്കളി. ഇതങ്ങനെ തിന്നാനല്ല, അത് എങ്ങനെയാണ് ആശു കഴിക്കും ഇങ്ങോട്ടൊക്കെ? പക്ഷെ വേണ്ട അങ്ങനെ ആക്കിയല്ല. ഓക്കെ, അപ്പൊ കേസ് ഏതായാലും ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ. ഇൻഷാല്ലാ നമുക്ക് നാളെ ടേസ്റ്റ് ഉണ്ട് കുഴപ്പമില്ല. പക്ഷെങ്കില് ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങിയിട്ടുള്ളൊരു പ്രശ്നം ഉണ്ട്. ചെമ്മി വെള്ളം ഇറങ്ങിക്കുന്നു. അതിന്റെ ഒരു വൈബ് കിട്ടായി ഉണ്ട്. ബാക്കിയൊക്കെ ഓക്കെ. നമുക്ക് നോമ്പിനെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് അത്ര അങ്ങോട്ട് ഇത് ചിലപ്പോ പാക്കിങ് പൊട്ടി ഉണ്ടാവും.